അതുകൊണ്ട് തന്നെയാണ് അവരുടെ ചോദ്യങ്ങളും വരുന്നത്. ഇപ്പൊ മജ്‌ലിസ് നൂർ നടത്തും. നമ്മുടെയൊക്കെ നാട്ടുംപുറങ്ങളിൽ SYS-ന്റെയും അതുപോലെ തന്നെ നമ്മുടെ മഹല്ല് കമ്മിറ്റികളുടെയും മദ്രസ കമ്മിറ്റികളുടെയും ഒക്കെ ആഭിമുഖ്യത്തില് വിപുലമായ രൂപത്തിൽ മാസത്തിലും ആഴ്ചകളിലുമൊക്കെ മജ്‌ലിസ് നൂർ നടത്താറുണ്ട്. അപ്പൊ അവരൊരു ചോദ്യം, ബദരീങ്ങളെ ബർക്കത്ത്, ബദരീങ്ങളെ പേരിങ്ങനെ പറഞ്ഞിട്ട് അതിലെന്ത് ബർക്കത്താണ്, അതിലെന്ത് സഹായമാണ്, അള്ളാഹുവിന്റെ സഹായം ലഭിക്കാൻ ബദരീങ്ങളെ പേരിന്. ബദരീങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ ബദർ ആരാണ്? 313 ബദരീങ്ങളെ കാട്ടിലും വലിയ ആൾ എന്നൊക്കെ പറയുമ്പോ ഒന്നാമത്തെ ബദരി ആരാന്ന് മനസ്സിലാക്കണം കേട്ടോ. ഗുരുതരമായ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം. 313 ബദരീങ്ങളെക്കാളും മേലെയാണ് എന്ന് പറയുമ്പോൾ അതിൽ ഒന്നാമത്തെ ബദരിയാരാണ്? ഷഫീഉനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാളും മുകളിൽ കൊണ്ടുപോയി പ്രതിഷ്ഠിക്കണ്ട. അപ്പൊ ബദരീങ്ങളിൽപ്പെട്ട പുന്നാര നബി ഉൾപ്പെടെയുള്ള മഹാത്തുക്കളായ ബദരീങ്ങളുടെ നാമങ്ങൾക്ക് എന്ത് പ്രത്യേകത, എന്തിനാണ് അള്ളാഹുവിന്റെ അവരുടെ ബറക്കത്തിനാൽ ശിഫയാക്കണം യാ റബ്ബനാ എന്ന് റബ്ബിനോട് അപേക്ഷിക്കുന്നതിന് എന്ത് സാങ്കത്യമാണ്, എന്ത് പ്രാമാണികതയാണ് ഉള്ളത് എന്ന അവരുടെ ചോദ്യത്തിന്റെ ഉള്ളിലടങ്ങിയ തത്വം ഇതുതന്നെയാണ്. നബിയുടെ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാതിരിക്കുക എന്ന ഗുരുതരമായ പിഴവിൽ നിന്ന് ഉടലെടുക്കുന്ന ചോദ്യങ്ങളാണിത്. യഥാർത്ഥത്തിൽ നിങ്ങൾ നോക്കൂ, ഒരുപാട് തെളിവുകൾ നമുക്കതിന്റെ പിന്നിൽ പറയാൻ കഴിയും. ഞാൻ ഒരൊറ്റ തെളിവ് മാത്രം ഇവിടെ പറയാം. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സംഘത്തിലേക്ക് അയക്കുകയാണ്. ബക്കർ ബിൻ വാഇൽ എന്ന് പറയുന്ന ഒരു വിഭാഗം, ഒരു ഗോത്രക്കാര്, അവര് വടക്കുള്ള പേർഷ്യക്കാരുമായുള്ള യുദ്ധത്തിന് വേണ്ടി മക്കയിൽ വരികയാണ്. അപ്പൊ അവിടെ തമ്പടിച്ചു. അപ്പൊ അവര് കടന്നു വന്നിട്ടുണ്ട് എന്നറിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ അയച്ചുകൊണ്ട് പറഞ്ഞു, ഇസ്ലാം, അവർക്ക് ഇസ്ലാമിനെ പരിചയപ്പെടുത്തി കൊടുക്കുക, വദ്ഉഹും ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് അവരെ ക്ഷണിക്കുകയും ചെയ്യുക. അങ്ങനെ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അവരുടെ അരികിൽ ചെന്ന് നബിയുടെ ഈ നിർദ്ദേശപ്രകാരം അവർ അല്ലാഹുവിലേക്ക് ക്ഷണിച്ചു, ഇസ്ലാമിനെ പരിചയപ്പെടുത്തി കൊടുത്തു. അവർ പറഞ്ഞു, ഞങ്ങളുടെ നേതാവ് വന്നിട്ട് നമുക്ക് പറയാം. അങ്ങനെ അവരുടെ നേതാവ് വന്നു, മുസന്ന ബിൻ ഖാരിജ എന്ന നേതാവ് വന്നു. നേതാവിനോട് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഈ കാര്യം സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞങ്ങളിപ്പോ വഴിയിൽ തങ്ങിയത് വിശ്രമിക്കാനാണ്. ഇവിടെ വന്നിട്ട് നിങ്ങളെ മതത്തിലേക്ക് വരാനോ നിങ്ങളെ ആശയം സ്വീകരിക്കാനൊന്നുമല്ല. ഞങ്ങൾ യുദ്ധത്തിന് പോകുകയാണ്. യുദ്ധത്തിൽ ഞങ്ങൾ വിജയിച്ച് തിരിച്ചു വരികയാണെങ്കിൽ ആലോചിക്കാം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സൂചന നൽകി നിങ്ങൾ വിജയിക്കുമെന്ന്. അങ്ങനെ അവര് വടക്കുള്ള പേർഷ്യക്കാരുമായിട്ട് രണാങ്കണത്തിൽ ഒരുമിച്ച് കൂടുകയാണ്. യുദ്ധത്തിന്റെ എല്ലാ അടവുകളും അവര് പ്രയോഗിക്കുവാൻ വേണ്ടി ഒരുങ്ങുകയാണ്. അവസാന നിമിഷത്തിൽ മുസന്ന ബിൻ ഖാരിജ ഒരു ചോദ്യം ചോദിച്ചു, മസ്മുല്ലദീ ദആകും ഇലല്ലാഹ്. മജ്‌ലിസ് നൂറിന്റെ പിൻബലം ആവശ്യപ്പെടുന്നവരെ മനസ്സിലാക്കണം. ഈ ഹദീസ് ഇമാം തബറാനി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. 5520 ഹദീസായിട്ട് റിപ്പോർട്ട് ചെയ്യാം. മസ്മുല്ലദീ ദആകും ഇലല്ലാഹ്, മസ്മുർ റജുലില്ലദീ ദആകും ഇലല്ലാഹ്. അല്ലാഹുവിലേക്ക് നിങ്ങളെ ക്ഷണിച്ച ആ മനുഷ്യന്റെ പേരെന്താണ്? അവർ പറഞ്ഞു, മുഹമ്മദ് എന്നാണ് പേര്. എങ്കിൽ അദ്ദേഹം പറയാണ്, എന്നാൽ ഇന്നത്തെ യുദ്ധത്തിൽ നിങ്ങളുടെ നാവിലൂടെ ഉരുവിടേണ്ടുന്ന നാമം ഈ പേരായിക്കൊള്ളട്ടെ. അങ്ങനെ മുഹമ്മദ് എന്ന നബി തങ്ങളുടെ ശറഫാക്കപ്പെട്ട പേരിനെ മുന്നിൽ വെച്ചുകൊണ്ട് അവർ യുദ്ധം നടത്തുകയാണ്. അവരുടെ കയ്യിൽ ആയുധങ്ങളുണ്ട്, അവരുടെ കയ്യിൽ യുദ്ധത്തിന്റെ എല്ലാ മാർഗങ്ങളുമുണ്ട്, എല്ലാ മാധ്യമങ്ങളുമുണ്ട്. പക്ഷെ അതെല്ലാം തന്നെ ഉപയോഗിക്കുമ്പോ തന്നെ ആത്മീയമായി അവർ നബി തങ്ങളുടെ പേര് ചൊല്ലിക്കൊണ്ട് യുദ്ധം നടത്തുകയാണ്. യുദ്ധത്തിൽ അവർ വിജയിച്ചു. പേർഷ്യൻ ഗോത്രക്കാർ അവർ തോറ്റ് തുന്നമ്പാടി അവർ തിരിച്ച് മക്കയിലേക്ക് വന്നു. നബി തങ്ങൾ അരികിൽ വന്നു, നബിയോട് സംഗതികളെല്ലാം വിവരിച്ചു. എന്തായിരിക്കും നബി തങ്ങൾ ആ സംഭവത്തിനെ കുറിച്ച് മറുപടി പറഞ്ഞിട്ടുണ്ടാകുക? എന്റെ പേര് ചൊല്ലി യുദ്ധം ചെയ്ത് നിങ്ങൾ ചെയ്തത് ശിർക്കാണ് എന്നാണോ?
നിങ്ങൾ ചെയ്തത് നിങ്ങൾക്ക് എന്താ അസ്മാഉൽ ഹുസ്ന ചൊല്ലിയാ പോരായിരുന്നില്ലേ? നിങ്ങൾക്ക് എന്താ എന്റെ നാമത്തിനെ കൊണ്ട് നിങ്ങൾ എന്തിന് യുദ്ധം ചെയ്തു? എന്റെ നാമത്തെ മുന്നിൽ വെച്ചുകൊണ്ട് എന്റെ നാമം ചൊല്ലി പറഞ്ഞുകൊണ്ട് നിങ്ങൾ എന്തിന് യുദ്ധം ചെയ്തു എന്നൊരു ചോദ്യമാണോ നബി തങ്ങൾ ചോദിച്ചത്? എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട എല്ലാ ശ്രോതാക്കളോടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നബി തങ്ങൾ എന്തായിരിക്കും മറുപടി പറഞ്ഞിട്ടുണ്ടാവുക? ഇവിടുത്തെ മുജാഹിദ് പ്രസ്ഥാനക്കാർ പറയുക, ഹദീസ് കേട്ടാൽ തന്നെ ആ ഹദീസിനെ ഉൾക്കൊള്ളാൻ കഴിയാതെ അതിനെ ചാടിക്കടക്കണമെന്ന ഒരു ഉദ്ദേശമായിരിക്കും അവർക്കുണ്ടാകുക. പക്ഷേ നബി തങ്ങൾ പറഞ്ഞ മറുപടി എന്താ അറിയോ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബിനുസുറു, ഞാൻ മുഖേന അവർ സഹായിക്കപ്പെട്ടു, എന്റെ നാമത്തെ ഉരുവിട്ടതാണ് അവരുടെ യുദ്ധത്തിലുള്ള വിജയത്തിന് കാരണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് തന്നെയല്ലേ മജ്ലിസ് നൂറിന്റെ ഇതിവൃത്തം? ഇത് തന്നെയല്ലേ മജ്ലിസ് നൂറിൽ അടങ്ങിയിട്ടുള്ള ആശയം? ഇത് തന്നെയല്ലേ മജ്ലിസ് നൂറിൽ പറയുന്നത്? ഒരു ഉദാഹരണം മാത്രമാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏത് നമ്മുടെ മുൻഗാമികളിലൂടെ നമുക്ക് കൈമാറപ്പെട്ട ഏത് വിഷയങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിലും അത് മരണാനന്തര മുറകളാവട്ടെ, മരണാനന്തരം ചെയ്യുന്ന കർമ്മങ്ങളാവട്ടെ. ഈയിടെ എന്റെ ഒരു സുഹൃത്തുണ്ട്, പെരിന്തൽമണ്ണയിലുള്ള ഒരു സുഹൃത്ത്. അദ്ദേഹം എന്നെ കാണാൻ വേണ്ടി കഴിഞ്ഞ 2-3 ദിവസം മുമ്പ് അവിടെ പള്ളിയിൽ വന്നിരുന്നു. അപ്പൊ അദ്ദേഹം ഒരു മുജാഹിദിന്റെ മയ്യിത്ത് സംസ്കരണ പരിപാടിയുമായി ബന്ധപ്പെട്ട് എന്നോട് പറയാം. എന്താ പറയുന്നത്? ഖബറിൽ ചെടി കുത്തിയിത്രേ. മറമാടിയതിനു ശേഷം ഒരു ചാണ് മണ്ണ് ഉയർത്തിയതിനു ശേഷം ഖബറിൽ ചെടി കുത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും അങ്ങനെ ചെടി കുത്തിയിട്ടുണ്ട്, നീണ്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ മുജാഹിദിന്റെ ആൾക്കാർ, പെരുന്തൽമണ്ണത്തെ വലിയ മൗലവിമാര് പറയാത്ര, ഇതൊന്നും നമ്മളെ കൂട്ടത്തിൽ നമുക്ക് പറഞ്ഞതല്ല, ഈ പരിപാടിയൊന്നും നമുക്ക് പറഞ്ഞതല്ല, മരിച്ചോൽക്ക് വേണ്ടി ജീവിച്ചിരിപ്പോൾ ഈ ചെയ്യുന്ന പരിപാടിയൊന്നും നമുക്ക് പറഞ്ഞതല്ല, ചെടികൾ പറിച്ചിട്ടു. എവിടേക്കാണ് ഈ ഉമ്മത്തിനെ കൊണ്ടുപോകുന്നത്? മരിച്ചാൽ മരിക്കുന്ന വ്യക്തിക്ക് അവർക്ക് വേണ്ടി സദഖ ചെയ്യുക, അവർക്ക് വേണ്ടി ഖുർആൻ ഓതുക, അവർക്ക് വേണ്ടി ദാനധർമ്മങ്ങൾ ചെയ്യുക, തൽഖീൻ ചൊല്ലിക്കൊടുക്കുക, തസ്ബീത്തിന്റെ ദുആ നിർവഹിക്കുക. അതുപോലെ തന്നെ മയ്യിത്തിന്റെ കൂടെ സഞ്ചരിക്കുമ്പോൾ മയ്യിത്തിന്റെ പിറകിലായി നടക്കുന്നവർ തഹ്ലീൽ ചൊല്ലുക. ഇതൊക്കെ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഇമാം സുയൂത്തി റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ അൽ ഹാബീൽ ഫതാവയിലും അവിടുത്തെ ശറഹു സുദൂറിലും ഒക്കെ പറയുന്നു, അതുമായി ബന്ധപ്പെട്ട പ്രമാണങ്ങൾ ഉദ്ധരിച്ചതിന് ശേഷം അദ്ദേഹം പറയുകയാണ്, മരിച്ച മയ്യിത്തിന് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക, മയ്യിത്തിന്റെ അരികിൽ ഖുർആൻ ഓതുക തുടങ്ങിയ ഇസ്ലാമിക സമൂഹം അനുവർത്തിച്ചു വരുന്ന അമലുകളെല്ലാം തന്നെ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, മറിച്ച് പരിശുദ്ധ സ്വഹാബത്തിന്റെ കാലം മുതൽക്ക് 10-ാം നൂറ്റാണ്ടായ അദ്ദേഹത്തിന്റെ നൂറ്റാണ്ട് 10-ാം നൂറ്റാണ്ടാണ്. ഈ കാലം വരേക്കും നടമാടിക്കൊണ്ടിരിക്കുന്ന, അനുവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നല്ലതായ വഴക്കങ്ങളാണ്, അമലുകളാണ്, അനുഷ്ഠാനങ്ങളാണ്. അത് ഫലപ്രദമാണ് എന്ന് നിരവധിയായ തെളിവുകളിലൂടെ, അനവധിയായ പ്രമാണങ്ങളിലൂടെ ബഹുമാനപ്പെട്ടവർ രേഖപ്പെടുത്തുകയാണ്. ഞാൻ അതിലേക്കൊന്നും ഇപ്പൊ കടക്കുന്നില്ല. ഞാൻ ആവർത്തിക്കുന്നു, നമ്മുടെ സമയം പരിമിതമാണ്. 10 മണി വരെയാണ് നമ്മുടെ സമയം. നമുക്കറിയാം, ഇവിടെ ചോദ്യകർത്താക്കുള്ള മുഖാമുഖത്തിനുള്ള സമയം ഞങ്ങൾ നൽകി, ജംഇയ്യത്തുൽ മുഅല്ലിമീൻ നൽകി. നിങ്ങൾക്ക് ചോദിക്കാമെന്ന് പലവരോട് ആവർത്തിച്ചു. പക്ഷേ പുളിക്കലങ്ങാടിയിൽ വെച്ചുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആസ്ഥാനത്ത് വന്നുകൊണ്ട് വളരെ സൗഹൃദത്തിന്റെ ഭാഷയിലുള്ള നിങ്ങൾക്ക് ചോദിക്കുവാനുള്ള തുറന്ന അവസരത്തെ ഉപയോഗപ്പെടുത്തുവാൻ പോലും ത്രാണിയില്ലാതെ, ധൈര്യമില്ലാതെ ഇനി ഒരു കവലപ്രസംഗത്തിന് മുതിർന്നിട്ട് കാര്യമില്ല. ഒരു കവലപ്രസംഗത്തിന് മുതിർന്നിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുക. നമ്മുടെ സമയം ഒരുപാട് അതിക്രമിച്ചതുകൊണ്ട് ചോദ്യകർത്താക്കൾ വരികയാണ്. ഇനിയും നമുക്ക് സ്വാഗതം ചെയ്യുകയാണ്.